ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ശ്രുതീസ് ഫാർമ വേൾഡ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെറിയ രണ്ട് ടേംസിനെ കുറിച്ചാണ്. ഡ്രഗ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഇൻവെന്ററി കൺട്രോളിനകത്ത് വരുന്ന രണ്ട് ടേംസ്, സ്ക്രാപ്പ് ആൻഡ് സർപ്ലസ് ഐറ്റംസ്. സ്ക്രാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ റെസിഡ്യൂ ഇൻസിഡന്റലി ഒബ്റ്റെയിൻഡ് ഫ്രം മാനുഫാക്ചറിംഗ് പ്രോസസ്. എക്സാമ്പിൾ, പൗഡർ ആൻഡ് ഫൈൻ ഗ്രാനുൾസ് ഒബ്റ്റെയിൻഡ് ഇൻ പ്രോസസിംഗ് ഓഫ് ടാബ്ലറ്റ്സ്, നോൺ റിട്ടേണബിൾ കണ്ടെയ്നേഴ്സ്, പാക്കിംഗ് കേസസ്. അപ്പം മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ ആകസ്മികമായി ലഭിക്കുന്ന ആ ഒരു റെസിഡ്യൂനെയാണ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പൗഡർ ആൻഡ് ഫൈൻ ഗ്രാനുൾസ് ഒബ്റ്റെയിൻഡ് ഇൻ പ്രോസസിംഗ് ഓഫ് ടാബ്ലറ്റ്സ്. ടാബ്ലറ്റ്സിന്റെ മാനുഫാക്ചറിംഗിന്റെ സമയത്ത് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഫൈൻസ് ആൻഡ് ഗ്രാനുൾസ്. അതുപോലെ തന്നെ നോൺ റിട്ടേണബിൾ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സും സ്ക്രാപ്പ് ഐറ്റം തന്നെയാണ്. പാക്കിംഗ് കേസസ് അതൊക്കെ സ്ക്രാപ്പിന് എക്സാമ്പിൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് സ്ക്രാപ്പിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ കാണാം. ലെജിറ്റിമേറ്റ് സ്ക്രാപ്പ്, അഡ്മിനിസ്ട്രേറ്റീവ് സ്ക്രാപ്പ്, ഡിഫക്റ്റീവ് സ്ക്രാപ്പ്. 3 ടൈപ്പ് സ്ക്രാപ്പ് ആണുള്ളത്. അതിൽ ലെജിറ്റിമേറ്റ് സ്ക്രാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടാബ്ലറ്റ് മാനുഫാക്ചറിംഗിന്റെ സമയത്ത് ഉണ്ടാവുന്ന പൗഡർ, ഫൈൻ ഗ്രാനുൾസ് അതൊക്കെ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ളതാണ്. സോ അതാണ് ലെജിറ്റിമേറ്റ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ക്രാപ്പ്. അഡ്മിനിസ്ട്രേറ്റീവ് സ്ക്രാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് സ്ക്രാപ്പ് റിസൾട്ട്സ് ഫ്രം മെറ്റീരിയൽ ബിക്കം ഒബ്സലേറ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഡിസൈൻ. മെറ്റീരിയൽസിന്റെ ഡിസൈനിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് മൂലം നമുക്കത് ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നു. സോ അത്തരത്തിലുള്ള സ്ക്രാപ്പിനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിഫക്റ്റീവ് സ്ക്രാപ്പ്. ഡിഫക്റ്റീവ് സ്ക്രാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ this scrap result from substandard raw material and poor workmanship in handling such materials. അതായത് മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുന്നത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളായതിനാൽ അല്ലെങ്കിൽ സബ്സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ എടുത്തതിനാൽ അക്കാരണങ്ങളാൽ ഉണ്ടാകുന്ന റെസിഡ്യൂ അതിനെയാണ് ഡിഫക്റ്റീവ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. അപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ക്രാപ്സ് എന്ന് പറയുമ്പോൾ ലെജിറ്റിമേറ്റ് സ്ക്രാപ്പ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് സ്ക്രാപ്പ് ഉണ്ട്, ഡിഫക്റ്റീവ് സ്ക്രാപ്പ് ഉണ്ട്. ലെജിറ്റിമേറ്റ് സ്ക്രാപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അപ്പൊ തന്നെ ആലോചിച്ച് വെക്കുക, പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള സ്ക്രാപ്പ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് സ്ക്രാപ്പ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ ഒബ്സലേറ്റ് ആയി മാറുകയാണ് ചെയ്യുന്നത്. ഒബ്സലേറ്റ് എന്നുള്ള ടേം അഡ്മിനിസ്ട്രേറ്റീവ് സ്ക്രാപ്പിന് കൂടെ ഓർത്തു വെക്കുക. ഡിഫക്റ്റീവ് സ്ക്രാപ്പ് എന്ന് പറയുമ്പോൾ സബ്സ്റ്റാൻഡേർഡ് റോ മെറ്റീരിയൽസോ അല്ലെങ്കിൽ പുവർ വർക്ക്മാൻഷിപ്പോ മൂലം ഉണ്ടാകുന്ന അത് കാരണം ഉണ്ടാകുന്ന സ്ക്രാപ്പിനെയാണ് ഡിഫക്റ്റീവ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ സ്ക്രാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിഡ്യൂ ഇൻസിഡന്റലി ഒബ്റ്റെയിൻ ഫ്രം മാനുഫാക്ചറിംഗ് പ്രോസസ്. എക്സാമ്പിൾസ് ഓർത്ത് വെച്ചേക്കുക. പൗഡർ ആൻഡ് ഫൈൻ ഗ്രാനുൾസ് ഒബ്റ്റെയിൻഡ് ഇൻ പ്രോസസിംഗ് ഓഫ് ടാബ്ലറ്റ്സ്, നോൺ റിട്ടേണബിൾ കണ്ടെയ്നേഴ്സ്, പാക്കിംഗ് കേസസ്. അതാണ് സ്ക്രാപ്പിന് എക്സാമ്പിൾസ്. നെക്സ്റ്റ് സർപ്ലസ് ഐറ്റം. സർപ്ലസ് ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the surplus items are those items which are not required by the organization. അതായത് സ്പോയിൽഡ് മെറ്റീരിയൽസോ അല്ലെങ്കിൽ റിജക്റ്റഡ് കമ്പോണൻസോ ഡിഫക്റ്റീവ് പാർട്സോ ഒബ്സലേറ്റ് മെറ്റീരിയൽസോ എക്യുപ്മെന്റ്സോ അതൊക്കെയാണ് സർപ്ലസ് ഐറ്റം എന്ന് പറയുന്നത്. കേട് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിജക്റ്റഡ് ആയിട്ടുള്ള കമ്പോണൻസ്, ഡിഫക്റ്റീവ് ആയിട്ടുള്ള പാർട്സ്, ഒബ്സലേറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും പിന്നീട് ആ കമ്പനിക്ക് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന് ആവശ്യമായിട്ടുണ്ടാവില്ല. അത്തരത്തിലുള്ള മെറ്റീരിയൽസിനെയാണ് സർപ്ലസ് ഐറ്റം എന്ന് പറയുന്നത്. ഇപ്പൊ ഡ്രഗ് സ്റ്റോറിന്റെ കേസിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഗുഡ്സ് നമുക്ക് ആവശ്യമില്ല. സോ അത് സർപ്ലസ് ഐറ്റത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ സ്ക്രാപ്പും സർപ്ലസ് ഐറ്റവും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് ടേംസ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അതിന് എക്സാമ്പിൾ ഓർത്ത് വെക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് 1+1 2 മാർക്സ് സ്കോർ ചെയ്യാവുന്നതാണ്.